ഹലോ, നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് വരുന്നത് മിനിമം സ്പാനിങ് ട്രീ. അപ്പോൾ എന്താണ് മിനിമം സ്പാനിങ് ട്രീ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ആ ഗ്രാഫിലെ ഒരു നോഡിൽ നിന്ന് ഏതൊരു നോഡായിക്കോട്ടെ, ഒരു നോഡിൽ നിന്ന് നമുക്കൊരു ഡെസ്റ്റിനേഷൻ നോഡിലേക്ക് എത്തണം. ഓക്കെ, ഒരു നോഡിൽ നിന്ന് വേറൊരു നോഡിലേക്ക് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോവുകയാണ്. ഇനി നമ്മൾ മിനിമം സ്പാനിങ് ട്രീ കാണുന്ന സമയത്ത് സ്പാനിങ് ട്രീ എന്താണെന്ന് പറയാം ആദ്യം. ഓക്കെ, സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു നോഡിലേക്ക്, ഒരു ഡെസ്റ്റിനേഷൻ നോഡ്, അതിലേക്ക് എല്ലാ വേർട്ടസസും അല്ലെങ്കിൽ എല്ലാ നോഡുകളും വിസിറ്റ് ചെയ്ത് ഡെസ്റ്റിനേഷൻ നോഡിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിലിൻ്റെ സ്പാനിങ് ട്രീ കാണുന്ന സമയത്ത് അതൊരു ട്രീ ആയിരിക്കും. അതിൽ സൈക്കിൾസ് ഫോം ചെയ്യൂല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഗ്രാഫ് കണ്ടില്ലേ, ഈ ഗ്രാഫിൻ്റെ മിനിമം സ്പാനിങ് ട്രീ എങ്ങനെ കാണാം? അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു നോഡ്, ഓക്കെ, ഈ നോഡിൽ നിന്ന് എനിക്ക് ഇയാളെ വിസിറ്റ് ചെയ്തു, നെക്സ്റ്റ് ഇയാളെ വിസിറ്റ് ചെയ്തു, ഇയാൾ വിസിറ്റ് ചെയ്തു. ഇത്ര പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ നമുക്കൊരു മിനിമം സ്പാനിങ് ട്രീ കിട്ടി. സിമ്പിൾ അല്ലേ? അതായത് മിനിമം സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലുള്ള എല്ലാ നോഡ്സുകളും വിസിറ്റ് ചെയ്യണം, അത്ര മതി. അതിൽ ഒരു സൈക്കിൾ ഫോം ചെയ്യാൻ പാടില്ല. ഒരു നോഡിനെ വിസിറ്റ് ചെയ്താൽ അത് ഒരു വട്ടം മാത്രമേ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഞാനൊരു മിനിമം സ്പാനിങ് ട്രീ ഉണ്ടാക്കി അല്ലേ. ഒരു നോഡ്, നെക്സ്റ്റ് നോഡ്, 4 നോഡ്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മിനിമം സ്പാനിങ് ട്രീ ഇങ്ങനെയാണ് അല്ലേ. നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാം. നോക്കിയാൽ ഫസ്റ്റ് ഇയാളെ വിസിറ്റ് ചെയ്തു, പിന്നെ ഇയാളെ വിസിറ്റ് ചെയ്തു, ഇയാളെ വിസിറ്റ് ചെയ്തു, ഇയാളെ വിസിറ്റ് ചെയ്തു. ഇതാണത്. എല്ലാ നോഡും വിസിറ്റ് ചെയ്തു. 4 നോഡാണ് ഉള്ളത്. 4 നോഡിനെയും വിസിറ്റ് ചെയ്തു. സൈക്കിൾ ഫോം ചെയ്തിട്ടില്ല. സൈക്കിൾ ഫോം ചെയ്താൽ അത് എന്തായി മാറും? ആ ട്രീ അല്ലാതായി മാറും. ട്രീൻ്റെ പ്രോപ്പർട്ടി അവിടെ കാണിക്കില്ല, നമുക്കതൊരു ഗ്രാഫ് തന്നെ ആയിട്ട് മാറും. ഓക്കെ, മിനിമം സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിൽ നിന്ന് എല്ലാ നോഡുകളും വിസിറ്റ് ചെയ്ത് ഒരു ട്രീനെയാണ് നമ്മൾ ഫോം ചെയ്യണത്. 4 നോഡ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വിസിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് 4 നോഡ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വിസിറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ എന്താണ്, മിനിമം സ്പാനിങ് ട്രീകളാണ് നമുക്ക് പറയാം. ഇനി നമുക്ക് മിനിമം സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് അതൊരു വെയ്റ്റഡ് ഗ്രാഫിൻ്റെ ഫോർമാറ്റിലായിരിക്കും. നമുക്ക് കാണേണ്ട പ്രോബ്ലം, ഒരു ഗ്രാഫ് തരുന്നത് ഒരു വെയ്റ്റഡ് ഗ്രാഫിൻ്റെ ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ സ്പാനിങ് ട്രീയിൽ നിന്ന് എന്താണ് ഒരു മിനിമം സ്പാനിങ് ട്രീൻ്റെ വ്യത്യാസം? മിനിമം സ്പാനിങ് ട്രീ പറഞ്ഞാൽ യുണീക്ക് ആയിരിക്കും. അത് ഒന്നേ ഉണ്ടാവുള്ളൂ. കാരണം അതിൽ എന്താണ്, നമുക്ക് ഒരു വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് കണ്ടോ, ഇപ്പോൾ ഈ ഓരോ എഡ്ജും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വെയ്റ്റുമായിട്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു എഡ്ജ് 2 എന്ന് പറഞ്ഞിട്ടുള്ള വെയ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ എഡ്ജിനും ഓരോ വെയ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എഡ്ജിന് 3, ഈ ഒരു എഡ്ജിന് 6, ഈ ഒരു എഡ്ജിന് 1 അല്ലേ. അപ്പോൾ മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പാനിങ് ട്രീ എല്ലാ നോഡും നമ്മൾ വിസിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ നോഡും വിസിറ്റ് ചെയ്യാം. പക്ഷേ മിനിമം സ്പാനിങ് ട്രീ യുണീക്കാണെന്ന് പറഞ്ഞു അല്ലേ. വിസിറ്റ് ചെയ്താൽ മാത്രം പോരാ, അവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം എമൗണ്ട് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും, ടോട്ടൽ വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ ഒരു സ്പാനിങ് ട്രീ ഉണ്ടാക്കിയതാ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സ്പാനിങ് ട്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഈ നോഡ് 2, ഈ നോഡ് 4, ഈ നോഡ് 1. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര? 6 + 1 വരും, അപ്പോൾ 7 വരും അല്ലേ. നെക്സ്റ്റ് ഇയാൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര വരും നോക്കാം. 2, 3, 1. അപ്പോൾ എത്ര വരും? 3 +
3 എന്ന് പറയുമ്പോൾ 6 നോക്കിയാ. അപ്പോൾ ഇത് 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ 2 കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മിനിമം സ്പാനിങ് ട്രീ ഏതായിരിക്കും? ഇതായിരിക്കും. കാരണം സം ഓഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം ആയിരിക്കണം. എന്താണ് സം ഓഫ് വെയിറ്റ്? ഏറ്റവും മിനിമം കോസ്റ്റിലൂടെ കാണേണ്ടത് ഒരു ആവശ്യം എന്താ? അതായത് നമ്മൾ ഓരോ എഡ്ജുമായിട്ടും ഓരോ വെയിറ്റ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുക. ഓരോ നോഡും ഓരോ ഡിവൈസായിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഓരോ നോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡാറ്റ പാസ് ചെയ്യാണ് അല്ലേ. ഇപ്പോൾ ഈ വോയിസ് നിങ്ങൾ അവിടെ കേൾക്കുന്നുണ്ട് പല മാധ്യമത്തിൽ. ഇപ്പോൾ നമ്മളൊരു ലൈവ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിൻ്റെ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലൈവ് ആപ്ലിക്കേഷൻ്റെ സഹായത്തിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത്, അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ സെർവറും അതിൻ്റെ ഡിവൈസുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഓരോ അപ്ലിക്കേഷൻ ടു അപ്ലിക്കേഷൻ അത് മാറുന്നുണ്ടെങ്കിലും ഇതിൽ നടക്കുന്ന ഡാറ്റ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം സെയിമാണ് അല്ലേ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് മെസ്സേജ് അയച്ചു, അതിപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിൻ്റെ ഒരു ഡാറ്റാ സെൻറ്ററിൽ പോയി അതിൻ്റെ സെർവേഴ്സിൽ പോയിട്ട് ആണ് നിങ്ങൾക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരുപാട് റിപ്പീറ്റേഴ്സ്, ഹബ്ബ്, റൂട്ടേഴ്സൊക്കെ വഴിയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് ആക്ച്വലി ഫീൽ ചെയ്യുന്നില്ല അത്രയും ഡിവൈസുകൾ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുണ്ടെന്ന് അല്ലേ. കാരണം എന്താ, നമുക്ക് വിത്തിൻ വിത്തിൻ നാനോ സെക്കൻഡിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഡാറ്റ അവിടെ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിലേ അവിടെ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് ആക്ച്വലി കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ ഓരോ നോഡുകളും എന്താണ്, ഓരോ ഡിവൈസായിട്ട് ആക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഡിവൈസ്, ഇയാളൊരു ഡിവൈസ്, ഇയാളൊരു ഡിവൈസ്, ഇയാളൊരു ഡിവൈസ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മൊബൈൽ സിസ്റ്റമാണ്, ഇത് ഏതെങ്കിലും റൂട്ടേഴ്സാണ്, ഇതൊക്കെ ഓരോ റൂട്ടേഴ്സ് അല്ലെങ്കിൽ ഗേറ്റ് വേ അല്ലെങ്കിൽ സ്വിച്ചസ് ഒക്കെ ആണ്. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു നോഡും കൂടി ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ ഡിവൈസുകളൊക്കെ ടച്ച് ചെയ്തിട്ട് ഈ ഡെസ്റ്റിനേഷനിലേക്കാണ് എത്തേണ്ടത്, ഇങ്ങനെ പാത്തുണ്ട്. ഓക്കെ, ഇനി ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം കോസ്റ്റുള്ള എഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോവേണ്ടത്. കാരണം എഡ്ജ് ഓരോ വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിനുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ നോയ്സ് അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും മിനിമം നോയ്സിലൂടെയുള്ള പാത്തായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻറ്റൻറ്റഡ് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് മിനിമം സ്പാനിങ് ട്രീ അൽഗോരിതംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓരോ റൂട്ടേഴ്സിൻ്റെ ഉള്ളിലും നെറ്റ്വർക്ക് ഡിവൈസുകളുടെ ഉള്ളിലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇപ്പോൾ ഈ ഒരു ഗ്രാഫാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സ്പാനിങ് ട്രീ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ മിനിമം സ്പാനിങ് ട്രീ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു 4 ഡിവൈസുകൾ, 4 നെറ്റ്വർക്ക് മാത്രമുള്ള ഒരു ഡിവൈസാണ്, ഒരു ഗ്രാഫാണ് അല്ലേ. പക്ഷെ നമുക്ക് ആക്ച്വലി മോർ ദാൻ 100 അല്ലേ, അത്രയും ഡിവൈസുകൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ മെഷ് പോലുള്ള ഒരു കണക്ഷനൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, ഒരു 100 നോഡുകളുള്ള ഒരു ഗ്രാഫ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒരിക്കലും മാനുവലി ആയിട്ട് ഇതന്നെ ഇതിലൂടെ പോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് വേണ്ടിയിട്ട് ഓരോ റൂട്ടിംഗ് ടേബിൾ കാര്യങ്ങളിലൊക്കെ മിനിമം സ്പാനിങ് ട്രീ കാണാനുള്ള ഒരു അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്തു. അതായത് ഒരു നോഡ് പോയാൽ ഒരു നോഡിൽ ഡാറ്റ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഏത് നോഡിലേക്ക് പോകണം, അടുത്ത ഏത് നോഡിലേക്ക് പോകണം, അടുത്ത ഏത് നോഡിലേക്ക്, അങ്ങനെ ഏത് വഴിയിലൂടെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും മിനിമം കോസ്റ്റിൽ അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മിനിമം സ്പാനിങ് ട്രീ കാണാനുള്ള 2 അൽഗോരിതംസാണ്. ഒന്ന് പ്രിംസ് അൽഗോരിതം, സെക്കൻഡ് വൺ ക്രുസ്കൽസ് അൽഗോരിതം. ജസ്റ്റ് മിനിമം സ്പാനിങ് ട്രീ കാണാൻ വേണ്ടിയിട്ടുള്ള 2 അൽഗോരിതമാണ്. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്. നിങ്ങൾ ഇനി പി ജിക്കൊക്കെ പോകുന്ന സമയത്ത് പ്രിംസ് അൽഗോരിതം, ക്രുസ്കൽ അൽഗോരിതം എന്നൊക്കെ എന്തുണ്ടാവും, പഠിക്കാനുണ്ടാവും. അതായത് അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്വിക്സോർട്ട്, മെർസോർട്ടിൻ്റെ അൽഗോരിതം ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ അതുപോലെ തന്നെ പ്രിംസ് അൽഗോരിതം, ക്രുസ്കൽ അൽഗോരിതം ഒക്കെ എങ്ങനെയാണ് അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് മിനിമം സ്പാനിങ് ട്രീ. ഇനി നമുക്കൊരു ഇപ്പോൾ ഈ ഒരു
ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഏകദേശം തീരാൻ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് പറയേണ്ടതായിട്ടുള്ളതായിരുന്നു സ്റ്റാറ്റിക് അൽഗോരിതം, ഡൈനാമിക് അൽഗോരിതം. നമ്മൾ ലീനിയർ നോൺ ലീനിയർ ഒക്കെ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ളത് തന്നെ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് സ്റ്റാറ്റിക്, എന്താണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ? ഓക്കെ, നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരിക്കലും ആ ഒരു ഡാറ്റ സ്ട്രക്ചർ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസിൽ വേറൊരു ചേഞ്ച് വരില്ല. മനസ്സിലായോ? അതിൻ്റെ സൈസിലൊരു ചേഞ്ച് വരില്ല. അപ്പോൾ നമ്മളൊരു വീട് ഓക്കെ ഒരു വട്ടം ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൽ 5 റൂമുകളാണ്, 5 പേർക്കും 5 റൂമുകളാണ്. നമ്മൾ 6ാമത്തെ ഒരാൾ വന്നാൽ അതിൽ നമുക്ക് അയാളെ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയൂല അല്ലേ. അതായത് 6ാമത്തെ ഒരു കപ്പിൾ വന്നാൽ നമുക്ക് അതിനെ 5 റൂമുള്ളൂ എന്ന് പറയും. ഓക്കെ, നേരെ മറിച്ച് നമുക്കൊരു ട്രെയിനിനെ ആലോചിക്കാം. ഒരു ട്രെയിൻ ആലോചിച്ചാൽ നമുക്ക് ആളുകളെ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റ് നമുക്ക് കൂട്ടാനൊരു ഓപ്ഷൻ ഉണ്ട്. കുറയുന്നതനുസരിച്ച് അത് കുറക്കാൻ, എടുത്ത് മാറ്റാനും എടുത്ത് കൂട്ടിച്ചേർക്കാനും നമുക്ക് പറ്റാവുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ അല്ലേ, ഇല്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മൾ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് കൂടില്ല. ഒരു ആളെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ ആയിരിക്കും അതിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ 5 സെല്ലുള്ള അറേ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും 5 ആൾക്കാരെ മാത്രമല്ല അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഡൈനാമിക് എന്തായിരിക്കും? അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, ആളുകൾ വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എലമെൻസിനെ ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാൻ പറ്റും, കുറക്കാൻ പറ്റും. അതിനാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെമ്മറി അലോക്കേഷൻ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിൽ അതിൻ്റെ മെമ്മറി അലോക്കേഷൻ കമ്പൈൽ ടൈമിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിരിക്കും അതിൻ്റെ മെമ്മറി, എത്ര മെമ്മറി വേണം അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡാറ്റ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കതിൽ എക്സ്ട്രാ മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞത് തന്നെ, അത് കമ്പൈൽ ടൈമിലായിരിക്കും അതിന് മെമ്മറി അലോക്കേഷൻ. ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് റൺ ടൈമിലായിരിക്കും. റൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എലമെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും, അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റാറ്റിക് ആകുമ്പോൾ ഫിക്സഡ് സൈസ് ആയിരിക്കും, മോഡിഫൈ ചെയ്യാനൊന്നും പറ്റൂല. നെക്സ്റ്റ് ഡൈനാമിക് ആകുമ്പോൾ ക്യാൻ ബി മോഡിഫൈ ഡ്യൂറിങ് റൺ ടൈമിൽ. അതായത് പ്രോഗ്രാം റൺ ചെയ്യാറാൽ പ്രോഗ്രാമിൽ ഇങ്ങനെ വാല്യൂസ് ആഡ് ചെയ്യാൻ കഴിയും അല്ലേ, വാല്യൂസ് അതിന് റിമൂവ് ചെയ്യാനും കഴിയും. ഇൻഎഫിഷ്യൻറ്റ് മെമ്മറി യൂട്ടിലൈസേഷനാണ് സ്റ്റാറ്റിക്കിൽ. അത് കാരണം എന്താ, ഇപ്പോൾ ഒരു അറേയിൽ 3 ആളേ ഉള്ളൂ ഉള്ളത് വിചാരിച്ചോ, 5 സ്പേസുള്ള മെമ്മറി അറേ. 1 2 3 2 വേസ്റ്റ് ആയില്ലേ, 2 മെമ്മറി സ്പേസ് അവിടെ വേസ്റ്റായി കിടക്കുക. പക്ഷേ നീ നേരെ തിരിച്ചു നോക്കിക്കോ, നമുക്ക് ഒരു 5 സ്പേസുള്ള മെമ്മറി അറിയുണ്ട്, 6 ആൾ വന്നാൽ നമുക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല. അപ്പോൾ ഒരു ഇൻഎഫിഷ്യൻറ്റ് മെമ്മറി യൂട്ടിലൈസേഷനാണ്. നേരെ ഓപ്പോസിറ്റാണ് ഒരു ഡൈനാമിക്കിൽ. മെമ്മറി സ്പേസ് വേസ്റ്റേജ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ സ്ട്രക്ചർ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് നമ്മൾ പറയണില്ല. ഓക്കെ, എലമെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ മെമ്മറി സ്പേസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എലമെൻറ്റ്സ് പോകുമ്പോൾ അനുസരിച്ച് അതിൻ്റെ മെമ്മറി സ്പേസ് കുറയുന്നുണ്ട്, ആക്സസ്. നെക്സ്റ്റ് ഇത് ഫാസ്റ്റർ ആക്സസ് ആണ്, കാരണം ഫിക്സഡ് സൈസ് ഉള്ളത് കൊണ്ട് തന്നെ എവിടെയാണ് ആ മെമ്മറി എലമെൻറ്റ് ഏത് മെമ്മറി സ്പേസിലാണ് കിടക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇല്ലേ 0 1 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സിങ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫാസ്റ്റർ ആക്സസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ A(1) എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റേനെ കിട്ടണം എന്ന് പറഞ്ഞാൽ നേരെ ഇതിലേക്ക് പോയാൽ മതി, ഫാസ്റ്ററായിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് സ്ലോവറാണ്, കാരണം ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ സ്ലോവർ ആവാൻ കാരണം എന്താ, ഇവിടെ മെമ്മറിനെ ഏത് ഇൻഡെക്സിലാണ് ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ട് വേണം അതിനെ എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്യാൻ, ഓക്കെ, ആക്സസ് ചെയ്യാൻ. എക്സാമ്പിൾസ് നമുക്കറിയാം. സ്റ്റാറ്റിക് പറഞ്ഞാൽ സൈസ് കൂടാത്ത അതൊക്കെ അറേ അല്ലേ, ക്യൂ, ട്രീ വിത്ത് ഫിക്സഡ് സൈസ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാക്ക് അവിടെ നിൽക്കട്ടെ, സ്റ്റാക്കിൻ്റെ കാര്യം പറഞ്ഞുതരാം. നെക്സ്റ്റ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൽ ലിങ്ക്ഡ് ലിസ്റ്റ്, വേരിയബിൾ സൈസ് ട്രീ, ഹാഷ് ടേബിളൊക്കെ എന്താണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞില്ലേ, ട്രെയിനിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ് എല്ലാം ലിങ്ക്ഡ് ലിസ്റ്റ്.
ആഡ് ചെയ്ത് ഓരോ നോഡും ആഡ് ചെയ്ത് പോവാം. ഇനി നമുക്ക് ഫിക്സഡ് സൈസ് സ്റ്റാക്ക് എപ്പോഴും സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും. ഫിക്സഡ് സൈസ് സ്റ്റാക്ക്. ഇനി നമുക്ക് സ്റ്റാക്കിനെ രണ്ട് വിധത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒരു സ്റ്റാറ്റിക് സ്റ്റാക്ക് ഉണ്ട്, ഡൈനാമിക് സ്റ്റാക്ക് ഉണ്ട്. സ്റ്റാറ്റിക് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അറേസ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റാക്കുകളുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റാക്കുകളുണ്ട്. അതാണ് ഡൈനാമിക് സ്റ്റാക്ക്. പോയിന്റ് കിട്ടിയോ? സ്റ്റാക്ക് രണ്ട് വിധത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സ്റ്റാറ്റിക് സ്റ്റാക്കും ഡൈനാമിക് സ്റ്റാക്കും. ഓക്കെ, അറേ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റാക്കുകളാണ് സ്റ്റാറ്റിക് സ്റ്റാക്ക്. ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഡൈനാമിക് സ്റ്റാക്ക്. പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എക്സ്പ്രഷൻ ഇവാലുവേഷൻ, നമ്മൾ സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ, ഒരു സ്റ്റാക്കിൻ്റെ നമ്മൾ അപ്ലിക്കേഷനൊക്കെ പറഞ്ഞു അല്ലേ. അതായത് എക്സ്പ്രഷൻ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് എക്സ്പ്രഷൻ? ഇപ്പം നോക്കിയാൽ ഇവിടെ നോക്കിയാൽ A+, ഇവിടെ നോക്കിയാൽ എന്താണ് A+ ഹോൾ ഒരു A+B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനെ ടോട്ടലി ഞാൻ എന്ത് ചെയ്തു? ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൊണ്ട് C വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ടേംസിനെ നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയാം. A+B ഒരു എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ A-B, അല്ലെങ്കിൽ C/D അല്ലേ. ഇതൊക്കെയാണ് ഒരു എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്പ്രഷൻ മൂന്ന് വിധത്തിൽ നമുക്ക് പറയാം. നമ്മൾ നോർമലി ഹ്യൂമൻ റീഡബിൾ ആയ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഇൻഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഓപ്പറേറ്റർ പ്ലേസ്ഡ് ബിറ്റ്വീൻ, അത് ഇപ്പോൾ A+B എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ എനെയും ബിനെയും ഞാൻ എന്ത് പറയും? ഓപ്പറൻസ് എന്ന് പറയാം. ഓപ്പറൻസ് കേട്ടിട്ടുണ്ട് അല്ലേ? ഓപ്പറൻസ് കേട്ടോ. ഈ പ്ലസ്സിന് എന്ത് പറയും? ഞാൻ പ്ലസ്സിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഓപ്പറൻസിനെ ഫങ്ഷൻ ചെയ്യുന്നത് ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ഓപ്പറേറ്റർ കിട്ടിയോ? ഓപ്പറൻസ് ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്, A+B. അപ്പോൾ ഇൻഫിക്സിൽ നോക്കാം, ഓപ്പറേറ്റർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ഓപ്പറൻസ്. ഡൗട്ടൊന്നുമില്ലല്ലോ, നമ്മൾ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. ഫസ്റ്റ് A+B റണ്ണതിന് ശേഷം ആ ടോട്ടൽ വാല്യൂവിനെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു വിഷ്വലി നമുക്ക് കാണാൻ കഴിയും. ഇനി ഇൻഫിക്സ് എക്സ്പ്രഷൻ കുറച്ച് ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ലോവർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പാരാന്തസിസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുക. പക്ഷെ ഇതിനെ നമ്മൾ വേറൊരു എക്സ്പ്രഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ രണ്ട് എക്സ്പ്രഷൻ കൂടി നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് പ്രിഫിക്സ് എക്സ്പ്രഷൻ, മറ്റൊന്ന് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. പ്രിഫിക്സ് എക്സ്പ്രഷന് പോളിഷ് നൊട്ടേഷൻ എന്ന് പറയും. പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് പറയും. കിട്ടിയോ? പോളിഷ് നൊട്ടേഷൻ, പ്രിഫിക്സ് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഈ പ്രിഫിക്സ് എക്സ്പ്രഷനിൽ ഓപ്പറേറ്റർ നമ്മൾ ഓപ്പറൻറ്റിൻ്റെ മുന്നേ ഓപ്പറേറ്റർ ഇട്ടാൽ, അതായത് കണ്ടോ, ഓപ്പറൻസിന് മുന്നേ ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതാണ് പ്രിഫിക്സ് എക്സ്പ്രഷൻ. ഓപ്പറേറ്റർ ഫസ്റ്റ്, ദെൻ ഓപ്പറേറ്റർ ആർ പ്ലേസ്ഡ് ബിഫോർ ഓപ്പറൻസ്. കിട്ടിയ? പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ്, A+B. ഓക്കെ, ഇപ്പോൾ നമ്മൾ A+B ഇൻഫിക്സ് ആണ്, പ്ലസ് AB എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് ആണ്, AB+ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഫിക്സ് ആണ്. കിട്ടിയോ? ഇതിന് ഒരു എക്സാമ്പിളാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഫിക്സിന് ഇത് കണ്ടോ, ഇൻഫിക്സ് നമുക്ക് രണ്ടും റീഡബിൾ ആയിട്ടാണ്. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ എപ്പോഴും എന്തായിരിക്കും? ഓപ്പറേറ്റർ ഉണ്ടാവും. പോസ്റ്റ് ഫിക്സ് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എപ്പോഴും എന്തുണ്ടാവും? ഓപ്പറേറ്റർ ഉണ്ടാവും. അത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു എക്സ്പ്രഷൻ വാല്യൂ ചെയ്ത് നോക്കാം. എക്സ്പ്രഷൻ ഇവാലുവേഷൻ. അപ്പോൾ എക്സ്പ്രഷൻ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനാണിത്. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം എക്സ്പ്രഷൻ ഇവാലുവേഷന് നമ്മൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി എങ്ങനെയാണ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഓരോ ടൈം 1 by 1 ആയിട്ട് നമ്മൾ എടുത്തിട്ട് ഇടുക? സ്റ്റാക്കിലേക്ക് ഇടുക. ഇതിൽ കാണേണ്ടത് ഇപ്പോൾ
ഫസ്റ്റ് വാല്യൂ ഏതാ? 5 ആണല്ലേ. 5 ഇട്ടു. നെക്സ്റ്റ് 6 ഇട്ടു. നെക്സ്റ്റ് 2 ഇട്ടു. ഇതുവരെ ഡൗട്ടൊന്നുമില്ല. ഓക്കെ. ഇനി ഒരു ഓപ്പറേറ്റർ വരുന്ന സമയത്ത് ടോപ്പ് മോസ്റ്റ് വരുന്ന രണ്ടാളുകളെ എന്ത് ചെയ്യുക? പോപ്പ് ചെയ്യുക. അതായത് ടോപ്പ് മോസ്റ്റ് ആരൊക്കെ വരുന്നത്? 2, പിന്നെ ഓപ്പറേറ്റർ ഇടുക. നെക്സ്റ്റ് വരുന്ന ആൾ 6. 6 + 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 8 വരും. എന്നിട്ട് ഈ 8നെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. കിട്ടിയോ? അപ്പോൾ സ്റ്റാക്കിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാവും? 5, 8 എന്ന് വരുമല്ലോ അല്ലേ? 5, 8 വന്നു. നെക്സ്റ്റ് എന്താ? അടുത്തൊരു ഓപ്പറേറ്റർ വന്നു. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇത്ര വരെ ഓപ്പറേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റാറാണ്. അപ്പോൾ 5 * 8 വരും അല്ലേ? എന്ത് വരും? 40. ഈ 40നെ എന്ത് തിരിച്ച് ഇതിലേക്ക് ഇട്ടു. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്ത് വരും? സ്റ്റാക്കിൻ്റെ ഉള്ളിൽ 40 മാത്രമേ വരുള്ളൂ അല്ലേ? നെക്സ്റ്റ് 12 വന്നു. നെക്സ്റ്റ് 4 വന്നു. നെക്സ്റ്റ് ഡിവിഷനാണ് അല്ലേ? അപ്പോൾ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ രണ്ടും പോപ്പ് ചെയ്യാം. നെക്സ്റ്റ് 1 പോപ്പ് സെക്കൻഡ് 12/4 ചെയ്യാം. ഓക്കെ. ഈക്വൽ ടു എത്ര വരും? 3 വരും. ഇവിടെ ശ്രദ്ധിക്കുക, 4/12 ചെയ്യരുത്. എപ്പോഴും നമ്മളെ ഏറ്റവും താഴെ ഉള്ളത്, അതായത് 2 ഓപ്പറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ താഴെ ഉള്ള വാല്യൂവിനെ നമ്മൾ ആദ്യം ചെയ്യാം. ഓക്കെ. 3. ഇനി നമ്മൾ 3നെ എന്ത് ചെയ്യും? തിരിച്ച് ഇതിലേക്ക് പുഷ് ചെയ്യും അല്ലേ? അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ 40 ഉണ്ടാവും, 3 ഉണ്ടാവും. ഓക്കെ. എന്താ നെക്സ്റ്റ്? മൈനസാണ്. അപ്പോൾ 40 - 3 എന്ന് പറഞ്ഞാൽ എത്ര? 37. ഇതായിരിക്കും ആൻസർ വരിക. എക്സ്പ്രഷൻ ഇവാലുവേഷൻ. അപ്പോൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ്റെ ഇവാലുവേറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ചോദിക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. AB + C * D#. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എക്ക് 2 കൊടുക്കുക, ബിക്ക് 3 കൊടുക്കുക, സിക്ക് 4, D 5. അത് വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സിമ്പിളാണല്ലോ അല്ലേ? സ്റ്റാക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വലിയൊരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ടോപ്പ് 2 എലമെൻറ്റ് ഓഫ് ദി സ്റ്റാക്ക് ആഫ്റ്റർ ഫസ്റ്റ് സ്റ്റാർ ഇവാലുവേറ്റഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റാർ എവിടെ കിടക്കുന്നത്? ഇതാ ഇയാളാണ് അല്ലേ? ഫസ്റ്റ് സ്റ്റാർ. അപ്പോൾ ഇതുവരെയുള്ള വാല്യൂസിൻ്റെ ഏറ്റവും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കെന്ത് ചെയ്യും? XYZ അല്ലേ? W എന്നൊക്കെ കിട്ടും. ഇതിൽ ഈ ടോപ്പ് മോസ്റ്റ് 2 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ചെയ്തൂടെ? അപ്പോൾ അതൊന്ന് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ എന്ത് ഡാറ്റ സ്ട്രക്ചറിൽ ഗ്രാഫ് വരെയുള്ള കൺസെപ്റ്റ്. ഇനി അൽഗോരിതം അനാലിസിസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ അൽഗോരിതത്തിനെ കുറച്ച് കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, അതിൻ്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ വർക്ക് ഓഫ് മോഡൊക്കെ ബേസ് ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ ആ കാറ്റഗറി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അൽഗോരിതം, കാറ്റഗറി ഓഫ് അൽഗോരിതംസ്. ഫസ്റ്റ് വൺ ആണ് ബ്രൂട്ട് ഫോഴ്സ് അൽഗോരിതംസ്. അതിൽ വരുന്നതാണ് എന്താണ്? ലീനിയർ സെർച്ച്, സെലക്ഷൻ സോർട്ട്, ബബിൾ സോർട്ട്, ബ്രൂട്ട് ഫോഴ്സ്, സ്ട്രിംഗ് മാച്ചിങ്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ കാറ്റഗറി, ഒരു 8 കാറ്റഗറി ഉണ്ട്. ആ 8 കാറ്റഗറിയിലും കുറച്ച് അൽഗോരിതംസ് കാറ്റഗറി ബേസ് ചെയ്ത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പോയാൽ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ബബിൾ സോർട്ട് ഏത് കാറ്റഗറിയിലാണ് ചോദിക്കും, ബ്രൂട്ട് ഫോഴ്സ്, അത്രയേ ഉള്ളൂ ചോദിക്കുക. ഇനി ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ അൽഗോരിതത്തിനും. അത് നിങ്ങൾക്ക് അങ്ങനെ വരില്ല, കാരണം അത് കുറച്ചും കൂടി ഒരു അൽഗോരിതം അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടില്ലല്ലോ. ഓക്കെ. നെക്സ്റ്റ് ആണ് ഡിവൈഡ് ആൻഡ് കോൺകർ. അപ്പോൾ ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, പിന്നെ ബൈനറി സെർച്ച് ട്രീ, മീഡിയൻ ഫൈൻഡിങ് അൽഗോരിതം, മിനിമം ആൻഡ് മാക്സിമം, സ്ട്രെസ് ആൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ട്രീ ട്രാവേഴ്സൽ. ഇത്രയാണ് ഡിവൈഡ് ആൻഡ് കോൺകറിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ബൈനറി സെർച്ച് ട്രീ ഡിവൈഡ് ആൻഡ് കോൺകറിലാണ്, ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട് ഒക്കെ ഡിവൈഡ് ആൻഡ് കോൺകറിലാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക.
ഓക്കെ, ഒന്ന് വിട്ടു പോകരുത്. നെക്സ്റ്റ് വൺ ഗ്രീഡി മെത്തേഡ്. അപ്പോൾ ഗ്രീഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ മിനിമം സ്പാനിങ് ട്രീ അല്ലേ, നമ്മൾ മിനിമം സ്പാനിങ് ട്രീ നോക്കി അതിൽ പ്രിംസ് അൽഗോരിതം ഉണ്ട്, ക്രുസ്കൽ അൽഗോരിതം ഉണ്ട്. അത് വരുന്നത് ഗ്രീഡി മെത്തേഡാണ്. സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്തിങ് അൽഗോരിതം, അതിനെയാണ് നമ്മൾ ഡിജിസ്ട്രാസ് അൽഗോരിതം എന്ന് പറയുന്നത്. അതൊന്ന് ആ ഒരു പോയിൻ്റേ ഓർത്ത് വെക്കണേ. സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം ഡിജിസ്ട്രാസ് അൽഗോരിതമാണ്. ഡിജിസ്ട്രാസ് അൽഗോരിതം എന്നൊക്കെ നിങ്ങൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് എവിടെ പഠിക്കും? നമ്മളെ PGക്ക് പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ നെറ്റ്വർക്കിലും ഡിജിസ്ട്രാസ് അൽഗോരിതത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾ. അതിലൊക്കെ ഡിജിസ്ട്രാസ് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സിംഗിൾ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതമാണ്. പിന്നെ നാക്സാക് പ്രോബ്ലം, ഹഫ്മാൻ കോഡിങ്. ഓക്കെ, ഗ്രീഡി മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മെത്തേഡ് എടുത്തിട്ട് അതിൽ വരുന്നത് ഏതാണെന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് തന്നിട്ടില്ല, സിംഗിൾ ഷോർട്ടസ്റ്റ് പാത്ത് ഡിജിസ്ട്രാസ് ആണ്. അത് അങ്ങനെ പോയിന്റ് ആയിട്ട് പഠിക്കും പോകണം. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫോം ആൻഡ് കോൺകർ, ഹീപ്പ് സോർട്ട്, AVL ട്രീ, ബി ട്രീ, റെഡ് ബ്ലാക്ക് ട്രീ. ഓക്കെ, ഇവർ ഈ AVL ട്രീ ഒക്കെ എന്താണ്? സെൽഫ് ബാലൻസിങ് ട്രീ ആണ്. സെൽഫ് ബാലൻസിങ് ട്രീ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കാം. നെക്സ്റ്റ് ഡിക്രീസ് ആൻഡ് കോൺകർ, ഇൻസെഷൻ സോർട്ട്, DFS എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത് ഫസ്റ്റ്. അപ്പോൾ ഒരു പോയിന്റ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കി പോവാം. DFS ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അല്ലേ. DFS ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ഏതായിരുന്നു? നമുക്കറിയാം ഏതാണ്? സ്റ്റാക്ക് ആയിരുന്നു അല്ലേ, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. BFS ഏതാണ്? ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, Q ആയിരുന്നു അല്ലേ. ഓക്കെ, ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ആണ്, ടോപ്പോളജിക്കൽ സോർട്ടിംഗ്. നെക്സ്റ്റ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ട്രാവലിംഗ് സെയിൽസ്മാൻ, 01 നാപ്സാക്ക് പ്രോഗ്രാം. ഓക്കെ, ഫ്ലോയ്ഡ് ആൻഡ് വാർഷൽ അൽഗോരിതം. ഓക്കെ, ഇതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. നെക്സ്റ്റ് ബാക്ക് ട്രാക്കിംഗ്, NQ's പ്രോബ്ലം ഉണ്ട്, ഗ്രാഫ് കളറിംഗ് ഉണ്ട്. ഓക്കെ, NQ's പ്രോബ്ലം ആണ് നമ്മൾ ചെസ്സിലൊക്കെ യൂസ് ചെയ്യുക. ഒരു ചെസ് അൽഗോരിതം നമ്മൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ചെസ് പ്ലേ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ NQ's പ്രോബ്ലത്തിൻ്റെ അൽഗോരിതം വെച്ചിട്ടാണ്. അത് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ഡാറ്റ സ്ട്രക്ചറിൽ ഗ്രാഫ് വരെയുള്ള കാര്യങ്ങൾ. ഗ്രാഫ് ഇനി നമുക്ക് ഹാഷിങ് കൂടി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഹാഷിങ് ആയിട്ട് തന്നെ വീഡിയോ ഇട്ട് തരാം. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രോബ്ലംസ് ഞാൻ ചെയ്തു തരാം കേട്ടോ. പിന്നെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മളൊരു അൽഗോരിതം റൺ ചെയ്യാൻ എത്രമാത്രം ടൈം എടുക്കുന്നു, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ നമ്മൾ ഓരോ അൽഗോരിതം പറയുന്ന സമയത്ത് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ പറയുന്ന അൽഗോരിതത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് കേസ് ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. ഒന്ന് ജസ്റ്റ് നോക്കി പോയാൽ മതി അതിൻ്റെ സെർച്ചിങ്ങിന് എത്ര, ഇൻസേഷൻ എത്ര, ഡിലീഷൻ എത്രയൊക്കെ. ഒരു ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് പ്രസൻറ്റ് ഇൻ ദ കംപ്ലീറ്റ് ഗ്രാഫ്? ഒരു കംപ്ലീറ്റ് ഗ്രാഫിന് എത്ര എഡ്ജ് ഉണ്ടാവും? അപ്പോൾ എഡ്ജ് കാണാനുള്ള ഒരു ഫോർമുലയാണ് എന്ത്? n × n-1/2. അതായത് കംപ്ലീറ്റ് ഗ്രാഫ് ആയിക്കോട്ടെ സിമ്പിൾ ഗ്രാഫ് ആയിക്കോട്ടെ, രണ്ടും മെൻഷൻ ചെയ്തോ. കംപ്ലീറ്റ് ഗ്രാഫിനും സിമ്പിൾ ഗ്രാഫിനും n × n-1/2 നമ്പേഴ്സ് ഓഫ് എഡ്ജുകളാണ് ഉണ്ടാവുക. അതായത് ഈ സാധനം. അപ്പോൾ n എന്താ? n എന്ന് പറഞ്ഞാൽ എന്താ? വേർ n ഈസ് ദ നമ്പർ ഓഫ് നോഡ്സ്. അപ്പോൾ ആൻസർ വരുന്നത് B ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഡസ് എ സിമ്പിൾ ഗ്രാഫ് നോട്ട് ഹോൾഡ്? ഓക്കെ, ഒരു സിമ്പിൾ ഗ്രാഫ് നമുക്കറിയാം എന്താണ് സിമ്പിൾ ഗ്രാഫ്. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൽ ലൂപ്പ് ഉണ്ടാകാൻ പാടില്ല, പാരലൽ എഡ്ജ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഗ്രാഫ് മസ്റ്റ് ബി കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഒരൊറ്റ വെർട്ടീസസ് ഉള്ള ഒരു നോഡ്, ഇതൊരു ഗ്രാഫ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞൂടെ പറയാം. അപ്പോൾ ഇത് കണക്റ്റഡ് ആണോ? അല്ല. അപ്പം ഇത് മസ്റ്റ് ബി കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം സിമ്പിൾ ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടി ആണോ? അല്ല അല്ലേ. മസ്റ്റ് ബി അൺവെയ്റ്റഡ്. അപ്പോൾ വൺ വെയ്റ്റഡ് വേണം. ഓക്കെ, മസ്റ്റ് ബി നോ ലൂപ്പ് ആൻഡ് മൾട്ടിപ്പിൾ എഡ്ജ്.
ശരിയാണ് അല്ലേ? നോ മൾട്ടിപ്പിൾ എഡ്ജും നോ ലൂപ്പും പാടില്ല, നോ മൾട്ടിപ്പിൾ എഡ്ജ് അതും പാടില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ. എ ഗ്രാഫ് വിത്ത് ഓൾ വെർട്ടീസസ് ഹാവ് ഈക്വൽ ഡിഗ്രി ഈസ് നോൺ ആസ് ഗ്രാഫ് വിത്ത് ഓൾ വെർട്ടീസസ് ഹാവിങ് ഈക്വൽ ഡിഗ്രി ഈസ് നോൺ ആസ് ഏതാണ്? ഈക്വൽ ഡിഗ്രി ഉള്ള, അതായത് ഇപ്പോൾ ഒരു ഗ്രാഫ് ഓക്കെ ഈക്വൽ ഡിഗ്രി ഏതാ? ഇതിനൊക്കെ ഈക്വൽ ഡിഗ്രി അല്ലേ? 2 ഡിഗ്രി. ഇങ്ങനെ ഈക്വൽ ഡിഗ്രിയിലെ ഗ്രാഫിനെ നമ്മൾ എന്ത് പറയും? റെഗുലർ ഗ്രാഫ് എന്ന് പറയും. ഓപ്ഷൻസ് മൾട്ടി ഗ്രാഫ് ഉണ്ട്, റെഗുലർ ഗ്രാഫ് ഉണ്ട്, സിമ്പിൾ ഗ്രാഫ് ഉണ്ട്, കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ട്. ഓപ്ഷൻ ബി ആണ് അല്ലേ, ഈക്വൽ ഡിഗ്രി ആണെങ്കിൽ. ഇനി വേറൊരു ക്വസ്റ്റ്യന്, ഒരു ഗ്രാഫ് അതിൻ്റെ എല്ലാ നോഡും ബാക്കിയുള്ള എല്ലാ നോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏത് ഗ്രാഫാണ്? കംപ്ലീറ്റ് ഗ്രാഫാണ്. റെഗുലർ ഗ്രാഫും കംപ്ലീറ്റ് ഗ്രാഫും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. റെഗുലർ എന്ന് പറഞ്ഞാൽ അതിൽ ഈക്വൽ നമ്പർ ഓഫ് ഡിഗ്രി ആയിരിക്കും എല്ലാ നോഡിനും. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈച്ച് നോഡ് ഇൻ എ ഗ്രാഫ് മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് ഓൾ അതർ നോഡ്സ്. അതാണ് എന്ത്? കംപ്ലീറ്റ് ഗ്രാഫ്. ഇനി ഒരു ഗ്രാഫിനെ നമുക്ക് അഡ്ജസൻറ്റ് ലിസ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അഡ്ജസൻസ് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, ഇൻസിഡൻറ്റ് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ഒരു ഗ്രാഫിനെ ഒരു പ്രോഗ്രാമാറ്റിക്കലി ഏതൊരു ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിലും അതിന് പ്രോഗ്രാമിലാണല്ലോ നമ്മൾ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്രോഗ്രാമിൽ ഒരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്ക് അതിന് മെട്രിക്സ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് 2 ഡയമെൻഷനൽ അറേ വെച്ചിട്ട് നമുക്ക് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്തൂടെ അല്ലേ? അപ്പോൾ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, ലിസ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, ഇൻസിഡൻറ്റ് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഹാഷിങ് മാത്രമാണ് പറയാനുള്ളത്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഹാഷിങ് പറയാം കേട്ടോ. ഹാഷിങ് പറയാം മീൻസ് നമുക്ക് റെക്കോർഡഡ് വേർഷന് ഹാഷിങ്ങിൻ്റെ മാത്രമാണ്. അതിപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ.